Hi designers, Adobe Photoshop 2025 റിലീസ് ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തവണയും ഒരുപാട് അപ്ഡേറ്റ്സ് അഡോബിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് നിങ്ങളൊരു ഡിസൈനറോ അല്ലെങ്കിൽ നിങ്ങളൊരു ഫോട്ടോഗ്രാഫറോ ഡിജിറ്റൽ ആർട്ടിസ്റ്റോ ആണെങ്കിൽ നിങ്ങളുടെ വർക്ക് ഫ്ലോ കൂട്ടാൻ ആവശ്യമായുള്ള അപ്ഡേറ്റ്സ് അഡോബി കൊണ്ടുവന്നിട്ടുണ്ട്. അഡോബി ഫയർഫ്ലൈ ഇമേജ് 3 മോഡലാണ് ഫോട്ടോഷോപ്പിൽ ഇത്തവണ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഔട്ട്പുട്ടുകൾ AI ഭാഗത്തു നിന്ന് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ വേർഷനിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. Adobe Photoshop 2025 വേർഷനാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ 2 ഇമേജസും ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. Adobe കൊണ്ടുവന്ന പുതിയ മാറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതലായിട്ട് Adobe Photoshop, Adobe Illustrator ട്യൂട്ടോറിയലുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ളതും കൊടുക്കുക. ഞാനിവിടെ 2 ഇമേജസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അൺവാണ്ടഡ് ആയിട്ടുള്ള എലമെന്റുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹീലിംഗ് ടൂളിന്റെ സെക്ഷനിൽ റിമൂവ് ടൂൾ നമ്മൾ യൂസ് ചെയ്ത് വന്നത്. ജെ ആണ് ഷോർട്ട് കട്ട്. 2025 ഫോട്ടോഷോപ്പിന്റെ അപ്ഡേറ്റിൽ റിമൂവ് ടൂളിന് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് അഡോബി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ റിമൂവ് ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ ഓപ്ഷണൽ മെനു ബാർ നോക്കിക്കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് കാണാം. ഒന്ന് ഫൈൻഡ് ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ, അതിൽ തന്നെ വയേഴ്സ് ആൻഡ് കേബിൾസ്, പീപ്പിൾ, അങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതില് ജനറേറ്റീവ് AI ഓൺ ഓഫ് കൂടാതെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു മോഡ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കാന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. ഇമേജ് ലെയർ ഞാനൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം സാമ്പിൾ ഓൾ ലെയേഴ്സ് എന്നുള്ളത് ടിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളൊക്കെ ആ പുതിയ ലെയറിലേക്കായിരിക്കും വരുന്നത്. അതും അല്ലെങ്കിൽ നമ്മുടെ ഇമേജ് ലെയർ Ctrl+J കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാറ്റങ്ങളൊക്കെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഇമേജ് ലെയറിലായിരിക്കും വരുന്നത്. ആദ്യം തന്നെ ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫൈൻഡ് ഡിസ്ട്രാക്ഷനിൽ പീപ്പിൾ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ, ഫോട്ടോയിലെ സബ്ജക്റ്റ് അല്ലാത്ത, ഫോട്ടോയിൽ നോക്കുമ്പോൾ കാഴ്ചക്കാരന് ഡിസ്ട്രാക്ഷൻ തോന്നുന്ന എലമെന്റുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരാളാണ്, ബാക്കിയെല്ലാം ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്ന എലമെന്റുകളാണ്. അപ്പോൾ ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നത് പീപ്പിൾസ് ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ മറ്റുള്ള അനാവശ്യമായിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് എഡിറ്റബിൾ പീപ്പിൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഡിസ്ട്രാക്ഷൻ ചെയ്യുന്ന എലമെന്റ് സെലക്ട് ചെയ്ത് തരുന്നതായിട്ട് കാണാം. ഇവിടെ കാണാം, ഇവിടെ സെലക്ഷൻസ് സംഭവിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, മോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഓട്ടോ എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കുന്നത്. അതായത് ഈ ഒരു ആളുകളെ റിമൂവ് ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ജനറേറ്റീവ് AI യൂസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല രീതിയിൽ ഫിക്സ് ചെയ്ത് തരും. നമുക്കിനി ജനറേറ്റീവ് AI യൂസ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജനറേറ്റീവ് AI ഓഫ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇനി ജനറേറ്റീവ് AI യൂസ് ചെയ്തേ മതിയാകൂ എന്ന് നമുക്കുണ്ടെങ്കിൽ ജനറേറ്റീവ് AI ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. ഇവിടെ ഞാൻ ഓട്ടോയാണ് കൊടുത്തിട്ടുള്ളത്. സാഹചര്യത്തിനനുസരിച്ച് ഫോട്ടോഷോപ്പ് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തരുന്നതായിരിക്കും. ദെൻ ജസ്റ്റ് ഈ ഒരു ടിക്ക് മാർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, അല്ലെങ്കിൽ എൻ്റർ കൊടുക്കുക. നമുക്ക് കാണാം, വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അല്ലെ. നമുക്കിനി ജനറേറ്റീവ് AI ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോ ഈ ഒരു ഔട്ട്പുട്ട് ഓഫ് ചെയ്യാണ്. ദെൻ ഒരു പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് സാമ്പിൾ ഓൾ ലെയേഴ്സ് എന്നുള്ളത് ടിക്ക് കൊടുക്കുക. അപ്പൊ ഞാൻ ഈ ലെയർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇനി വരുത്തുന്ന മാറ്റങ്ങൾ ഈ ലെയറിൽ മാത്രമായിരിക്കും വരുന്നത്. ഓക്കെ, ഞാനവിടെ ജനറേറ്റീവ് AI ഓഫ് ചെയ്യാണ്. ദെൻ വീണ്ടും ഫൈൻഡ് ഡിസ്ട്രാക്ഷൻസ് എടുത്തതിന് ശേഷം പീപ്പിൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് സെലക്ഷൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് റിമൂവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഔട്ട്പുട്ട് എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് AI-നെ ഡിപ്പെൻഡ് ചെയ്യാതെയാണ് ഫോട്ടോഷോപ്പ് ഇവിടെ റിമൂവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, AI-നെ ഡിപ്പെൻഡ് ചെയ്യാതെ ആ ഒരു ഓപ്ഷൻ ജനറേറ്റീവ് AI ഓഫ് ചെയ്തപ്പോൾ ഇവിടെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട്.
നേരെ മറിച്ച് AI ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ഓട്ടോമേറ്റ് ഓപ്ഷനിൽ നമ്മൾ കൊണ്ടുവന്നപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. കാരണം അവിടെ റിമൂവ് ചെയ്യുകയും ബാക്ക്ഗ്രൗണ്ടിന് ചേരുന്ന രീതിയിലുള്ള ഫിക്സ് ചെയ്ത് നമുക്ക് തരികയും ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ ചില സമയങ്ങളിൽ നല്ല ഔട്ട്പുട്ട് കിട്ടും. ചില കോംപ്ലക്സ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ AI ഓഫ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഔട്ട്പുട്ട് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇമേജ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഈ ഒരു ഇമേജ് കാണാം, ഒരു വയേഴ്സും കേബിൾസും ഒക്കെ ഉള്ള ഒരു ഇമേജ് ആണ്. നമുക്ക് ഡിസ്ട്രാക്ഷൻ വരുത്തുന്ന എലമെന്റ്സ് ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. ഞാനിവിടെ ജനറേറ്റീവ് AI ഓൺ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഓട്ടോ എന്ന് പറയുന്ന ഓപ്ഷനും ജനറേറ്റീവ് AI ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷനും വർക്ക് ചെയ്തു. ഇത്തവണ ജനറേറ്റീവ് AI ഓൺ എന്ന് പറഞ്ഞ ഒരു വേർഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് തീർച്ചയായിട്ടും ജനറേറ്റീവ് AI യൂസ് ചെയ്തായിരിക്കും ഇവിടെ പ്രോസസ്സ് നടക്കുന്നത്. ഫൈൻഡ് ഡിസ്ട്രാക്ഷൻ എടുക്കുക, വയേഴ്സ് ആൻഡ് കേബിൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണാം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ജനറേറ്റീവ് AI ഓൺ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്ത് തന്നിട്ടുമുണ്ട്. നമുക്ക് മുൻപത്തെ ആ ഒരു ഇമേജും ഇപ്പോഴത്തെ ആ ഒരു ഇമേജും തമ്മിലുള്ള ഡിഫറൻസ് ശരിക്കും മനസ്സിലാവുന്നതുമാണ്. ഞാൻ മറ്റൊരു ഇമേജ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുന്നത് ജനറേറ്റീവ് ഫിൽ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് മാറ്റങ്ങൾ വരുത്താനും പുതിയ എലമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാനും ഉള്ള ഒരു ഓപ്ഷനാണ് ജനറേറ്റീവ് ഫിൽ എന്ന് പറയുന്നത്. ഈ ഓപ്ഷൻ വർക്ക് ചെയ്യുന്നത് ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ അഡോബിയുടെ ഫയർഫ്ലൈയുടെ ഇമേജ് 3 മോഡലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതായത് ഫോട്ടോഷോപ്പ് 2025 ഈ പറയുന്ന അഡോബി ഫയർഫ്ലൈയുടെ ഇമേജ് 3 മോഡലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വിൻഡോസിൽ വരികയാണെങ്കിൽ നമുക്കിവിടെ കോണ്ടെക്സ്റ്റൽ ടാസ്ക് ബാർ എന്നൊരു ഓപ്ഷൻ കാണാം. ഇതാണ് കോണ്ടെക്സ്റ്റൽ ടാസ്ക് ബാർ. അത് നമുക്ക് കൊണ്ടുവന്ന് എവിടെ വേണമെങ്കിലും ഫിക്സ് ചെയ്ത് വേണ്ടി വെക്കാൻ പറ്റും. ഇവിടെ പിൻ ചെയ്ത് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ നമുക്കത് റീസെറ്റ് ചെയ്യാനും ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അതിനെ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു സൈഡിലേക്ക് അതിനെ മാറ്റി വെച്ചിട്ട് പിൻ ചെയ്ത് വെക്കുകയാണ്. ദെൻ ഇവിടെ കാണാം ഒരു റോഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാത്ത് വേ കാണിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ലേസർ ടൂൾ യൂസ് ചെയ്തിട്ട് അതിനൊന്ന് സെലക്ട് ചെയ്യാണ്. ഇവിടെ കാണാം ജനറേറ്റീവ് ഫിൽ എന്ന് കാണാം. ഇവിടെ ഞാൻ റിവർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ജനറേറ്റ് ചെയ്യാണ്. അഡോബി അവകാശപ്പെടുന്നത് 2025 വേർഷനിൽ വളരെ റിഫൈൻ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ടുകൾ നൽകുമെന്നാണ്. നമുക്ക് നോക്കാം. ഇവിടെ കാണാം 3 ഓപ്ഷൻസ്, 3 വേരിയേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. എനിക്ക് ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഇഷ്ടപ്പെട്ടു. ഇനി എനിക്ക് ഇതിന്റെ സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് 3 ഡോട്ട്സ് കാണാം. അത് ക്ലിക്ക് ചെയ്യാം. ജനറേറ്റ് സിമിലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ഓപ്ഷന്റെ സിമിലർ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് കാണാം അതിനോട് സിമിലർ ആവുന്ന കുറച്ച് ഓപ്ഷൻസ് കൂടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഓപ്ഷൻ ബെറ്റർ ആയിട്ട് തോന്നി, ഞാൻ അത് ഫിക്സ് ചെയ്യാണ്. then എനിക്ക് തോന്നുകയാണ് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യണം ഡീറ്റെയിലിംഗ് എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു അരികത്തായിട്ട് കാണാം എൻഹാൻസ് ഡീറ്റെയിൽ എന്ന് കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമുക്ക് കിട്ടിയ ഒരു ഔട്ട്പുട്ട് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്ത് തരും, കുറച്ചുകൂടെ ഷാർപ്പ് ചെയ്ത് കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് കൊണ്ടുതരും. ഓക്കെ, അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ജനറേറ്റീവ് ഫിൽ യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ മറ്റൊരു ഇമേജ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയ അപ്ഡേറ്റിൽ ജനറേറ്റീവ് എക്സ്പാൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കുറച്ചുകൂടെ റിഫൈൻ ആയിട്ടുള്ള കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട്സ് കിട്ടുമെന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രോപ്പ് ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഇമേജിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ഇമേജിനെ ഈ ഹാൻഡിൽസ് യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ ജനറേറ്റീവ് എക്സ്പാൻഡ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആ എക്സ്പാൻഡ് ചെയ്യുന്ന ഭാഗത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്താണ് വേണ്ടത് ആ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്ന ഏരിയയിൽ വേണ്ടതെങ്കിൽ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ഇമേജിനെ ബാക്ക്ഗ്രൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്താൽ മതി. ഇതിലുള്ള കോണ്ടന്റ് റിലേറ്റ് ചെയ്തിട്ട് ആ ജനറേറ്റ് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്ന പോർഷൻസ് ജനറേറ്റ് ചെയ്താൽ മതിയെങ്കിൽ ഒന്നും ടൈപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കാണാം ഇവിടെ നല്ലൊരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3 ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത്. അത് എൻഹാൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ എൻഹാൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതേപോലത്തെ 3 സിമിലർ ഓപ്ഷൻസ് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ജനറേറ്റ് സിമിലർ കൊടുത്താൽ സിമിലർ ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ എക്സ്പാൻഡ് ചെയ്തതും നമ്മുടെ ഇമേജും കൂടി രണ്ടും ക്ലിക്ക് ചെയ്ത് Ctrl+E കൊടുത്ത് മെർജ് ചെയ്യാണ്. ദെൻ Ctrl+J കൊടുത്ത് ഒരു കോപ്പി കൂടി എടുത്തോ ഇമേജിന്റെ. അല്ലെങ്കിൽ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്.
ഇവിടെ നമുക്ക് കാണാം പെർഫെക്റ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ എഡിറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ഇമേജ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ജനറേറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ പ്രോംപ്റ്റ് കൊടുക്കുക, ദെൻ ജനറേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാണാം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കുറച്ച് ഔട്ട്പുട്ട്സുകൾ കിട്ടിയിട്ടുണ്ട്. ഈ കുറച്ചും കൂടി ആ ഒരു ഇമേജിനോട് ബ്ലെൻഡ് ആവുന്ന അല്ലെങ്കിൽ ആ ഒരു കളർ ടോണിനോടൊക്കെ നീതി പുലർത്തുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് തോന്നിയത്. വേണമെങ്കിൽ കൂടുതൽ സിമിലർ ഓപ്ഷൻസ് വേണമെങ്കിൽ ജനറൽ സിമിലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യാം. കുറച്ചുകൂടെ സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഓപ്ഷൻ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നി, ഞാനിത് സെലക്ട് ചെയ്തു. ഇനി ഞാനിത് ഒന്ന് അൺഡു ചെയ്യുന്നുണ്ട്. എഡിറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ മറ്റൊരു ഓപ്ഷനും കൂടി ഞാൻ പറഞ്ഞിരുന്നു, ഇമ്പോർട്ട് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത്. ഇമ്പോർട്ട് ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിവിടെ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് ഒരു സ്ട്രീറ്റിൻ്റെ ഇമേജ് ആണ്. ഞാൻ പ്ലേസ് കൊടുത്തു. നമുക്കിങ്ങനെ ആ ബാക്ക്ഗ്രൗണ്ടിനെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. ദെൻ ഓക്കെ കൊടുക്കുക. ഇത്ര കാര്യങ്ങളാണ് ഫോട്ടോഷോപ്പ് 2025 വേർഷൻസിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ്സുകൾ. കൂടാതെ ക്യാമറ റോ ഫിൽറ്റേഴ്സിൽ കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അഡോബി ഇല്ലുസ്ട്രേറ്ററിലും കുറച്ച് ഫീച്ചേഴ്സ് അഡോബി കൊണ്ടുവന്നിട്ടുണ്ട്. അതും നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.